ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ആൻഡ് ഫൈൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് എക്സ് ആക്സിസ്. സോ അപ്പൊ നമുക്ക് സോൾവ് എന്നുള്ള പാർട്ട് വരെ ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എക്സ് മൈനസ് വൈ മൈനസ് 1 ഇസിക്കൽ 0, എക്സ് പ്ലസ് 1 ഇസിക്കൽ ടു 0. സോ അപ്പം എക്സ് മൈനസ് വൈ മൈനസ് 1 ഇസിക്കൽ ടു 0 ഞാൻ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം, എക്സ് പ്ലസ് 1 ഇസിക്കൽ 0. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന്. എക്സ് പ്ലസ് 1 ഇസിക്കൽ 0, എക്സ് ഇസിക്കൽ ടു -1. അതായത് വൈക്ക് ഏത് വാല്യൂ എടുത്താലും എക്സ് എന്താണ്, -1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഗ്രാഫ് നോക്കിക്കേ, ഞാൻ കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ ആയിട്ടല്ല വരച്ചേക്കുന്നത്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഗ്രീൻ ലൈൻ നോക്കിക്കേ, എക്സ് മൈനസ് വൈ -1 ഇസിക്കൽ ടു 0. അതാണൊക്കെ തന്നെ ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഇസിക്കൽ ടു -1 അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ഇസിക്കൽ ടു 0യുടെ ലൈൻ ആണ് ഈ ലൈൻ. ഓക്കെ, സോ ഇനി സോൾവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എവിടെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സോൾവ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. സോ അപ്പൊ ഈ രണ്ട് ലൈൻസ് കൂടെ മീറ്റ് ചെയ്തേക്കുന്ന പോയിന്റ് ആണ് ഇത്. സോ പി ആണ് അതിന്റെ സൊല്യൂഷൻ. പിയുടെ കോർഡിനേറ്റ് നോക്കിയ എക്സിൽ -1, വൈയിൽ എന്താണ് -2. സോ അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. നോക്കിയേ, ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്തേക്കുന്നത് പിയിലാണ്, പിയുടെ കോർഡിനേറ്റ്സ് ആണ് സൊല്യൂഷൻ. സോ അപ്പം നമ്മൾ ഇവിടെ എഴുതുവാണ് ഇന്റർസെക്ടിങ് പോയിന്റ് ഓഫ് ദീസ് ലൈൻസ് എന്തോന്ന്, പി ഓഫ് -1 -2. സോ എക്സിന്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ എത്ര, -2. ദിസ് ഈസ് ദ സൊല്യൂഷൻ. സോ അപ്പൊ സോൾവ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് വന്നേക്കുന്നതാണ് ഫൈൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഫോംഡ് ബൈ ദീസ് ലൈൻസ്, ഈ ലൈൻസും ആൻഡ് എക്സ് ആക്സിസും. അപ്പൊ ഈ രണ്ട് ലൈൻസും, അതായത് റെഡും ഗ്രീനും, ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസും കൂടി ഫോം ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ എന്ത് അടയാളപ്പെടുത്താൻ, വേർട്ടിസസ്. നോക്കിയേ, ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് ഇത്. മനസ്സിലായോ? ഈ രണ്ട് ലൈൻസും റെഡും ഗ്രീനും എക്സ് ആക്സിസും കൂടെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഇതാണ്. ഓക്കെ ആണോ? ഈ ട്രയാങ്കിൾ നോക്കിക്കേ, ഇതിൽ ഒരു വെർട്ടിസസ് ഉണ്ട്, പി ഉണ്ട്. രണ്ടാമത്തെ വെർട്ടിസസ് നമുക്ക് ഈ വെർട്ടിസസ് കൊടുക്കാം. അപ്പൊ ഇതും ഇങ്ങനെയാണല്ലോ ട്രയാങ്കിൾ, എക്സ് ആക്സിസ്. അപ്പൊ ഇത് നോക്കിക്കേ, ഇത് മൂന്നുമാണ് എന്തോന്ന്, വേർട്ടിസസ് ട്രയാങ്കിളിന്റെ. ഇതാണ് ആ ട്രയാങ്കിൾ. അപ്പൊ ഇതിന് നമുക്ക് ക്യൂ എന്ന് കൊടുത്താൽ ക്യൂയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ, എക്സിൽ -1, വൈ എന്താ 0 തന്നെയാണ് വൈ. അപ്പം ക്യൂ -1 0. പിന്നെ ഈ പോയിന്റിനെ ഞാൻ R എന്ന് കൊടുക്കുവാണ്. R ഏതാണ്, 1 0, x1 y0. ഇത്രേ ഉള്ളൂ. നമ്മൾ അത് സോൾവ് ചെയ്തു. സോൾവ് ചെയ്യാൻ മീൻസ് ഈ റെഡ് ലൈനും ഗ്രീൻ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കുക, അത് പി. അതിന്റെ എക്സ് ആക്സിസ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതി കഴിഞ്ഞാൽ എന്തായി മാറി, സൊല്യൂഷൻ ആയി. ഇനി അവർ പറഞ്ഞേക്കുന്നത് ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ്. അപ്പൊ നമ്മൾ ആ ട്രയാങ്കിൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആ ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ അത് നമ്മൾ അടയാളപ്പെടുത്തണം, വേർട്ടിസസ് അടയാളപ്പെടുത്തണം. ട്രയാങ്കിളിന്റെ എൻഡ് പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ട് അത് ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. ഒരു എൻഡ് പോയിന്റ് ഉണ്ട് പി, പിന്നെ ഏതാ, ക്യൂ ആൻഡ് ആർ. അപ്പൊ ക്യൂവിന്റെ ആറിന്റെയും കോർഡിനേറ്റ്സ് എടുത്ത് എഴുതിയാൽ മതി. അതൊക്കെ 9th പഠിക്കുന്നതല്ലേ നമ്മൾ. ഓക്കെ, അടുത്ത കേസ് നോക്കിക്കേ, ഡ്രോ ദ ഗ്രാഫ് എന്നാ, സോൾവ് എന്ന് പറഞ്ഞിട്ടില്ല. സോ അപ്പൊ ഗ്രാഫ് വരയ്ക്കുക. അതിനുശേഷം ഷെയ്ഡ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാം. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതനുസരിച്ചുള്ള ഞാൻ എന്ത് വരച്ചു, ടേബിൾ വരച്ചിട്ടു. അപ്പൊ നോക്കിയാൽ ചില കേസിൽ ഡെസിമൽ പ്ലേസസ് ഒക്കെ വരാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഈ രണ്ട് ടേബിൾ അനുസരിച്ച് എന്ത് വരച്ചു, ഗ്രാഫ് വരച്ചിട്ടു. ഇനി വേണ്ട എന്തോ, അപ്പം ഇത് രണ്ടുമാണ് സ്ട്രേറ്റ് ലൈൻസ് പറയുന്നത്. ഇത് x + y = 8. ഈ ലൈൻ എന്ന് പറഞ്ഞാല് 6x - 5y = 15. ഇത് രണ്ടുമാണ് ആ ലൈൻസ്. ഇനി എന്തോ വേണ്ടത്, ഷെയ്ഡ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് x = 0. അപ്പൊ x = 0 മീൻസ് എന്താണ്, y ആക്സിസ്. നമുക്കറിയാലോ x = 0 എന്താണ്, y ആക്സിസ്. കാരണം y ആക്സിസ് ഇവിടെ ഉണ്ടല്ലോ, y ആക്സിസ് ഇതെന്താണ്, x ആക്സിസ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ലൈൻസും അതുകണക്ക് തന്നെ y ആക്സിസും കൂടി ചേർന്ന് ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഏരിയ എന്ത് ചെയ്ത് എടുക്കണം, ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ട്രയാങ്കിൾ വരുന്നത് നോക്കേ, ഈ വെർട്ടിസസ്, ഈ വെർട്ടിസസ്, ഈ വെർട്ടിസസ്, ഈ രണ്ട് ലൈൻസും y ആക്സിസും. അപ്പൊ ഇതായിരിക്കും ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്തായിരിക്കും, ഇതായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന്റെ എന്ത് ചെയ്യണം, വെർട്ടിസസ് എഴുതണം. എന്താ നോക്കിയേ, ഈ പോയിന്റ് ഏതാണ്, 0 8. ഇതിന് നമുക്ക് A എന്ന് കൊടുക്കാം.
ഇതെന്താ ബി എന്ന് കൊടുക്കാം. ഇത് ഏതാണ് 0 - 3 എന്ന് കൊടുക്കാം. ഇത് ഈ പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ച് എഴുതിക്കണം. സി എക്സ് ഇതിങ്ങനെ താഴോട്ട് ടച്ച് ചെയ്ത് നോക്കിയാൽ x5 y എത്ര 3 കിട്ടും 5 3. അപ്പൊ ഇങ്ങനെ എഴുതണം വേർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ എ ബി സി. എ എന്താണ് 0 8, ബി എന്താണ് 0 - 3, സി എന്താണ് 5 3. ഇത്ര എഴുതി വെക്കണം. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ഗ്രാഫ് വരച്ചതിന് ശേഷം ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇൻ കേസ് സോൾവ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് ലൈൻസ് കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് സി. ദാറ്റ് ഈസ് 5 3, x = 5 ആൻഡ് y = 3. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ലൈൻസും y ആക്സിസും കൂടി ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ y ആക്സിസും കൂടി ചേർന്ന് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഏരിയ, ആ ഒരു പ്ലേസ് എന്ത് ചെയ്യുക, നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ആ ട്രയാങ്കിള്. സോ അപ്പൊ അതിന്റെ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. സോൾവ് ഗ്രാഫിക്കലി. കുറച്ചും കൂടെ ഉണ്ട്, ഞാനത് ഷോർട്ട് ആയിട്ട് എഴുതി വെക്കുക. സോൾവ് എന്ന് മതി. സോൾവ് ഗ്രാഫിക്കലി ഷെയ്ഡ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് y ആക്സിസ്. അപ്പൊ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, മുമ്പ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട് ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാം. അതിനകത്ത് നിന്ന് എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കുക. ഓക്കെ, എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ y ആണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ നോക്കിക്കേ, ഇതിനകത്ത് എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുത്താൽ y കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ 3 വാല്യൂസ് നമുക്ക് കിട്ടി എക്സിന്. അതിനകത്ത് തന്നെ അടുത്ത ഇക്വേഷൻ എടുത്ത് എഴുതി, അതിനകത്ത് നിന്ന് y എടുത്തു. എക്സിന് നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്ന അനുസരിച്ച് വൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഇത് മറന്നു പോരുത്. തരുന്ന ഇക്വേഷനകത്ത് നിന്ന് എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം വേർതിരിച്ചെടുക്കണം. എന്നിട്ട് റൈറ്റ് സൈഡിൽ എക്സോ വൈയോ ഏതാ കിടക്കുന്ന വെച്ചാൽ അതിന് വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുത്താൽ ഈ ഫുൾ ടൈം 14/2 എന്ത് കിട്ടും, 7 കിട്ടും. അതുപോലെ ഇവിടെയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് വരച്ചു വെച്ചിട്ടുണ്ട്. സോ അപ്പൊ നമ്മളിവിടെ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് x = -2 y = എത്രയാണ് 4 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ -2 4 ആണ് ഇതിന്റെ സൊല്യൂഷൻ. അടുത്ത എന്താണ്, ഷെയ്ഡ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് y ആക്സിസ്. അതായത് ഈ ലൈൻസും y ആക്സിസും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു റീജിയൻ ഉണ്ട്. അത് ഏതാണ്, ഈ ലൈൻസും y ആക്സിസും വെച്ചുമ്പോൾ ഇതാണ് y. therefore ഇതിനും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന റീജിയൻ എത്രയാണ്, ഇതാണ് ആ റീജിയൻ. സോ അപ്പൊ ഇതാണ് y ആക്സിസ്. ഈ രണ്ട് ലൈൻസും y ആക്സിസും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന റീജിയൻ ഇതാണ്. ഓക്കെ, ട്രയാങ്കിൾ കണ്ടോ, ഈ രണ്ട് ലൈൻസും y ആക്സിസും, ഇതാണ് റീജിയൻ, ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, സോ ഇത്രയും ഷെയ്ഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇൻ കേസ് അവര് ഈ ട്രയാങ്കിളിന്റെ വേർട്ടിസസ് ചോദിച്ചാൽ ഈ ഒരു വേർട്ടിസസ് ഉണ്ട്, ഈ രണ്ട് വേർട്ടിസസ് ഏതൊക്കെയാന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ എഴുതി കൊടുത്താൽ മതി. ഇപ്പൊ ഈ കേസിൽ അതിന്റെ ആവശ്യമില്ല. കാര്യം എന്താണ്, ഷെയ്ഡ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് y ആക്സിസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഷെയ്ഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ദ ഗ്രാഫ്, ഓൾസോ ഫൈൻഡ് ദ പോയിന്റ്സ് വെയർ ദ ലൈൻസ് മീറ്റ് x ആക്സിസ്. അപ്പൊ അതോടെ നിൽക്കട്ടെ, ഡ്രോ ദ ഗ്രാഫ് നോക്കാം. സോ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ x + 2y = 5. സോ x = 5 - 2y എടുത്ത് എഴുതി. yക്ക് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂസ് കിട്ടും. അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് ആ ഇക്വേഷൻ എടുത്ത് എഴുതി, 2x is -3y = -4. സോ അപ്പൊ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ yക്ക് ഓരോ വാല്യൂ കൊടുക്കുന്ന അനുസരിച്ച് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. സോ അപ്പൊ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഈ രണ്ട് ടേബിളിനെ ബേസ് ചെയ്ത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇവിടെ സൊല്യൂഷൻ അടയാളപ്പെടുത്താനോ ഷെയ്ഡ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുക, ഇവിടെ സൊല്യൂഷൻ അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ സൊല്യൂഷനെ കണ്ടുപിടിക്കാനോ ഷെയ്ഡ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡ്രോ ദ ഗ്രാഫ്, ഇത് വരച്ചാൽ മാത്രം മതി. അടുത്ത ഓൾസോ ഫൈൻഡ് ദ പോയിന്റ്സ് വെയർ ദീസ് ലൈൻസ് മീറ്റ് x ആക്സിസ്. അതായത് ഈ ലൈൻസ് x ആക്സിസിൽ എവിടെ മീറ്റ് ചെയ്യുന്നെന്ന് മാത്രം എഴുതിയാൽ മതി. സോ നോക്കേ, ആദ്യത്തെ ലൈൻ 2x - 3y = 4, അത് x ആക്സിൽ എവിടെ മീറ്റ് ചെയ്യുന്നതാ, ഇവിടെ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ പോയിന്റ് ഏതാ, a -2 0. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ലൈൻ x + 2y = 5, അത് x ആക്സിൽ എവിടെ മീറ്റ് ചെയ്യുന്നതാണ് 5 0. ഇതിന് നമുക്ക് b എന്ന് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചേ, ഓൾസോ ഫൈൻഡ് ദ പോയിന്റ്സ് വെയർ ദീസ് ലൈൻസ് മീറ്റ് x ആക്സിസ്. ഈ രണ്ട് ലൈനുകളും x ആക്സിസിൽ എവിടെ മീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഷെയ്ഡ് ചെയ്യാനോ ട്രയാങ്കിളിന്റെ കേസുകളൊന്നും ആയിരിക്കണമെന്നില്ല.
ഇങ്ങനെയൊക്കെ വരാം. അപ്പം ഡ്രോ ദ ഗ്രാഫ് വരച്ചു, അതിനുശേഷം ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസ് എവിടെ മീറ്റ് ചെയ്യുന്ന അടയാളപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പൊ ഫസ്റ്റ് ലൈൻ എക്സ് ആക്സിസിൽ -2 0 സെക്കൻഡ് ലൈൻ എക്സ് ആക്സിസിൽ 5 0 മീറ്റ് ചെയ്യുന്നു. സോ നോക്കേ, 2 ലൈൻസ് മീറ്റ് എക്സ് ആക്സിസ് അറ്റ് പോയിന്റ് 5 0 ആൻഡ് -2 0 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോൾവ് 3x - 4y + 3 = 0 ആൻഡ് 3x + 4y - 21 = 0. ഓക്കെ, അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ട് പോകണം. ആദ്യമേ ആ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതി ചെയ്യാൻ പറ്റില്ല, കറക്റ്റ്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോൾവ് ചെയ്യണം. അറിയാലോ, 3x - 4y + 3 = 0. അപ്പൊ 3x എത്ര വരും? -3 പ്ലസ് എത്ര? 4y. ബാക്കി എല്ലാ അപ്പുറത്തും x = എത്ര? -3 + 4y ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ വൈക്ക് ഓരോ വാല്യൂ എടുക്കുന്നതനുസരിച്ച് എക്സിന് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ ഈ ഇക്വേഷന് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. സോ അപ്പൊ അങ്ങനെ രണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്താൽ ആ ടേബിളിലെ വാല്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം. സോ നോക്കേ, എക്സിന് -1 ആവുമ്പോൾ y 0. നോക്കേ, എക്സ് -1 ആവുമ്പോഴത്തേക്ക് y 0. പിന്നെ എന്തുവാ? x3 y 3. സോ എക്സിന് 3 വരുമ്പോ y എത്ര വന്നു? 3 വന്നു. x7 എത്ര? y 6. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം 3 പോയിന്റ്സ് കിട്ടി. ഈ 3 പോയിന്റ്സ് വെച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കണം. അതുകൊണ്ട് തന്നെ ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ അടുത്ത എന്ത് വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കണം. സോ നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. സോൾവ് മീൻസ് നമുക്കറിയാലോ, ഇതിന്റെ രണ്ടിന്റെ ജോയിനിങ് പോയിന്റ് ആണ് എന്ത്? സോൾവ് എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ രണ്ടിന്റെ ജോയിനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇവിടെയും 3, ഇവിടെ എത്രയാണ്? 3. അപ്പം 3 3 ആണ് എന്തോ ഇതിന്റെ ജോയിനിങ് പോയിന്റ്. therefore സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ x = 3, y = 3. സോ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x ന്റെ വാല്യൂ 3, y യുടെ വാല്യൂ എത്രയാണ്? നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കുലർ റീജിയൻ ഫോംഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് എക്സ് ആക്സിസ്. അതായത് ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന എന്ത്? ട്രയാങ്കുലർ റീജിയന്റെ എന്ത് കണ്ടുപിടിക്കണം? വെർട്ടിസസ് കണ്ടുപിടിക്കണം. സോ നോക്കിയേ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കുലർ റീജിയൻ ഫോംഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് എക്സ് ആക്സിസ്. സോ അപ്പൊ ഈ രണ്ട് ലൈൻസ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ട്രയാങ്കിൾ ഇതായിരിക്കും അല്ലെ? ഇതായിരിക്കും ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ട്രയാങ്കിൾ. അതിന്റെ വെർട്ടിസസ് എഴുതാൻ പറഞ്ഞാൽ A33. നമുക്ക് ഇവിടെ ബി കൊടുക്കാം. ബി എന്തോ വരുന്നത്? -1 0. സി എന്ത് വരും? നമുക്ക് 7 0 കൊടുക്കാം. സോ നമുക്ക് ഇവിടെ എഴുതാൻ എന്തോന്ന്? വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ ABC. എ എന്താണ്? 3 3. ബി എന്താണ്? -1 0. -1 0. സി എന്താണ്? 7 0. സോ അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനിൽ നിന്നും കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആദ്യമേ സോൾവ് ചെയ്യാൻ പറഞ്ഞു. ഈ രണ്ട് ലൈൻസും ജോയിൻ ചെയ്ത പോയിന്റ്സിൽ നിന്ന് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിച്ചു. കാര്യം എക്സ് ഇങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എക്സ് കിട്ടും, ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കിട്ടും, വൈ കിട്ടും. സോ 3 3 കിട്ടി. അത് എഴുതി വെച്ചതിന് ശേഷം പിന്നെ പറഞ്ഞേക്കുന്നത് ഈ രണ്ട് ലൈൻസും എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ വേർട്ടിസസ് അടയാളപ്പെടുത്താൻ. സോ ആ ട്രയാങ്കിൾ ഞാൻ റെഡിങ് കൊണ്ട് വരച്ചു. അപ്പൊ അതിനുശേഷം അതിന്റെ വേർട്ടിസസ് ഇവിടെ എ ഓൾറെഡി ഉണ്ട്, അതിന്റെ ബിയും സിയും ഞാൻ അടയാളപ്പെടുത്തു. ഇനി എന്താണ്? ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എത്ര? ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു. സോ ഈ ട്രയാങ്കിളിന്റെ ബേസ് ഞാൻ ഇതായിട്ട് എടുക്കുക. എന്തുവാ? BC ആണ് ബേസ് എന്ന് വെച്ചോ. അപ്പൊ എത്ര? BC എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? സോ നോക്കിയേ, ഇത് 0 അല്ലേ? 0 മുതൽ 7 വരെ 7 യൂണിറ്റ്സ്. ഇങ്ങോട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. സോ അപ്പം ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് എന്തായിട്ട് എടുക്കണ്ട? മൈനസും പ്ലസും ഒന്നും നോക്കണ്ട. ഇവിടെ മുതൽ ഇവിടം വരെ എത്ര യൂണിറ്റ്? 8 യൂണിറ്റ്സ് ആ. സോ -1 തുടങ്ങുന്ന എവിടം വരെ? 7 വരെ 8 യൂണിറ്റ്സ്. കാരണം എന്തോ? ഇവിടെ 0 to 7 7 യൂണിറ്റ്സ്, ഇങ്ങോട്ട് ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്. അപ്പൊ എത്ര? 8. അപ്പൊ ബേസ് 8 എന്ന് കൊടുത്തു. ഹൈറ്റ് കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. അതാ ബേസിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്ന് ബേസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ബേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സൈഡിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്നും ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. ഇതായിരിക്കും ആ ഡിസ്റ്റൻസ്. ഈ ഹൈറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് നമ്മൾ y ആക്സിസിലോട്ട് നോക്കിയാൽ മതി. സോ ഈ ഹൈറ്റ് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര? 3. സോ അപ്പൊ എന്ത് കിട്ടും? നമ്മൾ 3. ഓക്കെ ആണോ? ഇത് എത്ര കിട്ടും? 2 8 കൊണ്ട് കിട്ടും. 4 into 3 that is 12 സ്ക്വയർ യൂണിറ്റ്. സോ അപ്പൊ നമ്മള് വിചാരിക്കുന്ന പോലെ അത്ര പാടൊന്നുമില്ല.
ഈ രണ്ട് ഇക്വേഷൻസ് ഇത് കണക്ക് സോൾവ് ചെയ്ത് ടേബിളിലാക്കി അത് ഗ്രാഫിലാക്കി കഴിയാമെങ്കിൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. സോ ഈ ഗ്രാഫ് വരയ്ക്കുന്നവരെ നമ്മൾ എന്തിലുള്ളതാണ്, ടെക്സ്റ്റിലുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുക. സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ രണ്ടിന്റെയും ജോയിനിങ് പോയിന്റ് എടുത്ത് എഴുതി, എക്സ് ആക്സും വൈ ആക്സും എഴുതി. ഈ രണ്ട് ലൈൻസ് എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുത്തു, അതിനെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തു. അതിന്റെ വേർട്ടിസസ് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ വേർട്ടിസസ് മൂന്നും ഏത് കോർഡിനേറ്റ്സിലാണ് കിടക്കുന്നുള്ള എടുത്ത് എഴുതി. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച് ഫോമിൽ ഉപയോഗിച്ചു. ഹാഫ് ഇൻറ്റു ബേസ് ഇത് എടുത്തു. ബേസ് എത്ര 8, ഹൈറ്റ് ഈ ഡിസ്റ്റൻസ് ഇവിടോട്ട് നോക്കി 3 ആണ്. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 സ്ക്വയർ യൂണിറ്റ്സ് കിട്ടി. അടുത്ത സെക്ഷൻ നോക്കുക, ഒരു വേർഡ് പ്രോബ്ലം ആണ്. അതായത് നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടില്ല. ആ വേർഡ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കണം. ഫോർ ഉത്തരാഖണ്ഡ് ഫ്ലഡ് വിക്ടിംസ് 2 സെക്ഷൻസ് A and B ഓഫ് ക്ലാസ് 10 കോൺട്രിബ്യൂട്ടഡ് ₹1,500. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ ഫ്ലഡ് വിക്ടിംസിന് വേണ്ടിയിട്ട് 10Aയും 10Bയും, അതായത് ക്ലാസ് 10Aയും 10Bയും രണ്ട് ഡിവിഷൻസും കൂടെ ചേർന്ന് എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു? 1,500. If the contribution of 10A was 100 rupees less than 10B, അതായത് 10Aയുടെ കോൺട്രിബ്യൂഷൻ 10Bനെ കഴിയും 100 rupees കുറവായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. Find graphically the amount contributed by both the sections. അതായത് ആ 10Aയും 10Bയും എത്ര രൂപ വെച്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്, അത് ഗ്രാഫിക്കലി. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാണ്. അതായത് ഉത്തരാഖണ്ഡ് ഫ്ലഡ് വിക്ടിംസിന് വേണ്ടിയിട്ട് 10Aയും 10Bയിലെയും സ്റ്റുഡൻസും കൂടി ഒരുമിച്ച് 1,500 rupees കൊടുത്തു. അതിൽ 10Aയിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 10Bയിലെ സ്റ്റുഡൻസിനെക്കാളും എത്ര രൂപ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ? 100 rupee കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അതിൽ ഓരോരുത്തരും 10Aയും 10Bയും ഇൻഡിവിജ്വലി എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അപ്പൊ നമുക്കറിയാലോ, അങ്ങനെ അറിഞ്ഞുകൂടാ തന്നെ നമ്മൾ എക്സ് എന്നും വൈ എന്നും കൊടുക്കും അല്ലെ. സോ ലെറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് 10AB എന്തോന്ന്? എക്സ്, ₹X. കോൺട്രിബ്യൂഷൻ ഓഫ് 10B എന്താണ്? ₹Y. സോ അപ്പം എക്സും വൈയും, എക്സ് എന്താണ് 10Aയുടെ കോൺട്രിബ്യൂഷൻ, വൈ എന്താണ് 10Bയുടെ കോൺട്രിബ്യൂഷൻ. അപ്പൊ നമുക്കറിയാം എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ എത്ര? 1,500. കാര്യം എന്താ? 10Aയുടെ കോൺട്രിബ്യൂഷനും 10Bയുടെ കോൺട്രിബ്യൂഷനും കൂടെ എത്ര? 1,500. അതൊരു ഇക്വേഷൻ. ഇനി നോക്കേ, ആരാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? 10B ആണ്. അവർ പറഞ്ഞിട്ടുണ്ട് 10Aയുടെ കോൺട്രിബ്യൂഷൻ 10Bനേക്കാൾ 100 കുറവാണ്. അപ്പൊ നമുക്ക് എഴുതാം y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 100. കാരണം എന്താ? 10B ആണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. ആരെ കഴിയും? 10A കഴിയും 100 rupee കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇവിടെ A പ്ലസ് മനസ്സിലാകാൻ വേണ്ടി A പ്ലസ് B ഇസ് ഈക്വൽ ടു എത്ര? 1,500. അതായത് 10Aയും 10Bയും കൂടെ 1,500. 10Bയുടെ കോൺട്രിബ്യൂഷനിൽ നിന്നും 10Aയുടെ കോൺട്രിബ്യൂഷൻ കുറച്ചാൽ എത്ര കിട്ടും? 100 കിട്ടും. അപ്പൊ ഇത് വേണമെങ്കിൽ എഴുതി വെച്ചോ. അപ്പം 10A 10B എന്ന് എഴുതുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. സോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇതിനെ നമുക്ക് നോക്കി 10A പ്ലസ് 10B എത്ര കൊടുക്കാം? 1,500. അതായത് 10Aയും 10Bയും കൂടെ എത്ര കൊടുത്തു? 1,500 rupees. ഇനി നമുക്കറിയാം 10Bയുടെ എമൗണ്ട് ആണ് കൂടുതൽ. അപ്പോൾ 10Bയുടെ എമൗണ്ട് മൈനസ് 10Aയുടെ എമൗണ്ട് എത്ര ആണ്? 100. ഓക്കെ, സോ അപ്പൊ ഇത് തന്നെയാണ് ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. എക്സ് പ്ലസ് വൈ 1,500, y മൈനസ് എക്സ് 100. കാരണം എന്താ? y ആണ് കൂടുതൽ. y എന്താണ്? 10Bയുടെ കോൺട്രിബ്യൂഷൻ. x എന്താണ്? 10Aയുടെ കോൺട്രിബ്യൂഷൻ. സോ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് വരയ്ക്കണം? നമ്മള് ടേബിൾ വരയ്ക്കണം. എന്താ നോക്കുക, എക്സ് പ്ലസ് വൈ സിക്കൽ 1,500 ടേബിള്, y മൈനസ് എക്സ് സിക്കൽ 100ന് 1000 അടുത്ത ടേബിള്. അപ്പൊ ഈ ടേബിളിൽ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സോ അപ്പൊ അങ്ങനെ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മള് ഗ്രാഫിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്തു. രണ്ട് ലൈൻസും വരച്ചു, അത് ഇന്റർസെക്ട് ചെയ്തു. സോ അപ്പൊ എവിടെയാണ് ഇന്റർസെക്ട് ചെയ്തത് നോക്കേ, ഈ പോയിന്റ് ഇത് ഇങ്ങോട്ട് താഴോട്ട് നമുക്ക് വരച്ചു നോക്കാം. വരച്ചു നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്ര കിട്ടും അറിയോ? 700. ഇപ്പൊ 600, ഇത് 800. സോ ഇത് എന്തായിരിക്കും? അപ്പം 700 ആയിരിക്കും. സോ എക്സ് എത്രയാണ്? 700 ഫസ്റ്റ് കോർഡിനേറ്റ്. ഇത് ഇങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ വൈയിൽ എത്ര? 800 ടച്ച് ചെയ്യും. ഓക്കെ, സോ അപ്പം ഇവിടെ നിങ്ങോട്ട് എക്സ് എത്ര? 700. ഇവിടെ നിങ്ങോട്ട് വൈ എത്ര? 800. സോ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. Therefore സൊല്യൂഷൻ x is equal to 700, y is equal to എത്ര? 800. ദാറ്റ് മീൻസ് ഇതെന്താണ്? x എന്ന് വെച്ചാൽ എത്ര? കോൺട്രിബ്യൂഷൻ ഓഫ് 10A. ഇതെന്താണ്? കോൺട്രിബ്യൂഷൻ ഓഫ് 10B. ഓക്കെ, കണ്ടോ? 10B അല്ലേ കൂടുതൽ. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി? സൊല്യൂഷനായി. അപ്പൊ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഇക്വേഷൻസ് ഡയറക്റ്റ് ഇല്ല, പകരം ഒരു വേർഡ് പ്രോബ്ലം ആണ് തന്നേക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കണം.
അപ്പൊ ഇനിയും കുറെ വേർഡ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക, കുറെ ഗൈഡ്സിൽ നിന്നൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അതിനകത്ത് സൊല്യൂഷൻ ഉണ്ടാവും. ആദ്യം അതൊന്ന് നോക്കിയതിന് ശേഷം പിന്നീട് എഴുതി നോക്കുക. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇതൊന്ന് എഴുതിയെടുക്കുക. സോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാനുള്ളത്, സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ എടുക്കുക, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1500. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1500. ഓക്കെ. സോ അപ്പൊ അതിന്റെ ടേബിൾ ഓൾറെഡി ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ വേറൊരു ടേബിളും കൂടി വരയ്ക്കുവാണ്. ഇവിടെ എക്സ്, ഇവിടെ വൈ. ഓക്കെ. ഞാൻ എക്സിന് 0 കൊടുത്താൽ വൈ എന്ത് വരും? 1500. ഞാൻ എക്സിന് 1 കൊടുത്താൽ വൈ എന്ത് വരും? 1499. ഓക്കെ. സോ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? എക്സിന്റെയും വൈയുടെയും വാല്യൂസ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇത് നോക്കേ, 600, 900, 500, 1000, 900, 600. വലിയൊരു റേഞ്ച് ഡിഫറൻസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നോക്കേ, 0 ഇട്ട് കൊടുത്താൽ 1500, 1 ഇട്ട് കൊടുത്താൽ 1499. ഇനി ഇൻ കേസ് നമുക്ക് വൈക്ക് 0 ഇട്ട് കൊടുത്താൽ എക്സ് എന്ത് വരും? 1500 വരും. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന കേസുകളിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല്, നമ്മള് ചെറിയ ഗ്രാഫ് പേപ്പറിലൊക്കെ ആണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1500 വരെയൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ 500, 1000, 1500 ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ 200, 400, 600, 800 അങ്ങനെ കൊടുത്തത്. സോ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ വാല്യൂസ് ഇവിടെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ റേഞ്ച് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1500. അപ്പൊ നമുക്ക് എക്സിന് ഒരു 500 ഇട്ട് കൊടുക്കാം. എക്സിന് 500 ഇട്ട് കൊടുത്താൽ വൈ എന്ത് കിട്ടും? 1000 കിട്ടും. ഓക്കെ. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വാല്യൂ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഏകദേശം അടുത്ത് വന്നു. അപ്പൊ ഞാൻ എക്സിനൊരു 700 ഇട്ടു. ഓക്കെ. അപ്പൊ വൈക്ക് എത്ര വരും? 800. ഓക്കെ. വീണ്ടും നോക്കേ, എക്സിന് 750 ഇട്ടാൽ വൈക്ക് എത്ര വരും? 750. ഓക്കെ. സോ അപ്പം ഈ ഒരു റേഞ്ച് വരുന്നില്ല കേട്ടോ. 1500, 1400 ആ റേഞ്ച് വരുന്നില്ല. പകരം ഏകദേശം 700, 800 ആ റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു 600 കൊടുത്തു നോക്കാം. എന്നാലും പ്രശ്നമില്ല, 900 കിട്ടും. ഓക്കെ ആണല്ലോ. സോ അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ ഇത് നിർത്തിക്കൊണ്ട് തന്നെ വലുതായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ചിലപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കേസുകൾ ഈ ഗ്രാഫ് നിങ്ങൾ വരച്ചു വെച്ചേക്കുന്ന ആ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിൽ ഈ ടേബിൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുക. വലിയ വാല്യൂസ് ആണെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് വേറെ കുറെ വാല്യൂസും കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പൊ നമ്മളിപ്പം ചെയ്തത് ടെക്സ്റ്റിലെ കൂടാതെയുള്ള കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാഫിൻ്റെത്. സോ അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ സെക്ഷനിലും നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതുകൊണ്ട് തന്നെ വേർഡ് പ്രോബ്ലങ്ങൾ, ഒരുപാട് വേർഡ് പ്രോബ്ലങ്ങൾ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഐഡിയാസ് കിട്ടും. അപ്പൊ ഞാനിപ്പോ ഈ ചെയ്ത ഈ ഒരു കുറെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് എല്ലാം തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതിനുശേഷം പ്രോബ്ലത്തിൽ വന്നപ്പോൾ ഒന്നും കൂടെ എടുത്തു പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾ റെഡിങ് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സ് നിങ്ങൾക്ക് കിട്ടി, എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള ഒരു ചെറിയ മെസ്സേജ് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.